ജനപ്രതിനിധി എങ്ങനെയായിരിക്കണം, ഒരു നാട് എങ്ങനെയാകണം, അതിന് പ്രാഥമികമായി ചെയ്യേണ്ടത് എന്ത്, പുതുതലമുറയ്ക്ക് വേണ്ടി എന്തു ചെയ്യണം, ഇതിനെല്ലാം പരിഹാരം കാണുകയാണ് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്തിലെ കുളപ്പട വാർഡംഗം കോൺഗ്രസ് പ്രതിനിധി കുളപ്പട ഫിറോസ്. കുളപ്പട ഗ്രാമസഭയ്ക്ക് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് അംഗം കുളപ്പട ഫിറോസ് ദിശ എന്ന പേരിൽ ഒരു വേനൽക്കാല ക്യാമ്പ് ആരംഭിച്ചിരിക്കുന്നത്. വാർഡിലെ +2 വരെയുള്ള വിദ്യാർത്ഥികളെയാണ് ഗുണഭോക്താവായി നിശ്ചയിച്ചിരിക്കുന്നത്. 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിലൂടെ വോളിബോൾ, ഫുട്ബോൾ, ബാഡ്മിന്റൺ പരിശീലനം, ക്രാഫ്റ്റ് വർക്കുകളിലുള്ള പരിശീലനം, ഫിറ്റ്നസ് ട്രെയിനിങ്, ലീഗൽ സെൽ നൽകുന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, സ്ത്രീകൾക്ക് നിയമസഹായ സാധ്യത പഠന ക്യാമ്പ് എന്നിവയാണ് ഒരുക്കിയിരിക്കുന്നത്. വാർഡിലെ തന്നെ പ്രഗത്ഭരായ ആളുകളാണ് പരിശീലകരായി എത്തുന്നതും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നതും. ഇതിന്റെ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്ക് ഉഴമലക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA കാസിം നിർവഹിച്ചു. ദിശ പദ്ധതി തുടക്കത്തിൽ തന്നെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ നമ്മുടെ യഥാർത്ഥത്തിൽ ദിശ എന്നുള്ള ഒരു ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്നത് നമ്മുടെ വാർഡിൽ നിന്ന് തന്നെ രൂപപ്പെട്ട ഒരു ആശയമാണ് ഈ ദിശ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അറിയാലോ, ഈ സമൂഹത്തിൽ ഈ കാലഘട്ടത്തിലൊക്കെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ വഴിതെറ്റിപ്പോയ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കൊറോണ വന്നതിന് ശേഷമാണ്. കുട്ടികൾ വീട്ടിൽ അടഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഈ വഴിതെറ്റിപ്പോകുന്ന, ദിശ തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായത് എന്നുള്ളതാണ്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ നാട് ഒരേപോലെ ചിന്തിച്ച് നമ്മുടെ കുട്ടികൾ, നമ്മുടെ നാട്ടിലെ കുളപ്പടയിലുള്ള കുട്ടികളെ അത്തരത്തിലുള്ള ചിന്താഗതിയിൽ നിന്നും മാറ്റി പഴയ കാലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, നമ്മളൊക്കെ പഠിച്ചിരുന്ന കാലഘട്ടം, നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടം, ഈ കാലഘട്ടത്തിലൊക്കെ തന്നെ നമുക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആസ്വാദനപരമായിട്ടുള്ള കലാപരിപാടികൾ നടത്തുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ നശിച്ചു പോയി എന്ന് തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദിശ എന്നൊരു പേരിട്ടുകൊണ്ട് ഈ നമ്മുടെ നാട്ടിലെ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയ ട്രെയിനേഴ്സിനെ വെച്ചുകൊണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ചിത്രകലയിലും കലാകായിക മേഖലകളിലൊക്കെ വളരെ കഴിഞ്ഞ കാലങ്ങളിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്ന എന്നാൽ പലരും അറിയാതെ പോയ ആളുകളെ വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. കുളപ്പട വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു ദിശ ക്യാമ്പ് എന്നുള്ള രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് അവരുടെ വേനൽക്കാലം ആസ്വദിക്കുവാൻ വേണ്ടിയും അവർക്ക് ദിശാബോധം നൽകുന്നതിന് വേണ്ടിയും ഒരു ക്യാമ്പ് നമ്മുടെ പഞ്ചായത്തിൻ്റെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന കുളപ്പട വാർഡിൻ്റെ മെമ്പറായിട്ടുള്ള ശ്രീ ഫിറോസ് പുതിയൊരു സംവിധാനം കുട്ടികൾക്ക് വേണ്ടി വലിയ ആശയത്തോടു കൂടി മുന്നോട്ട് വയ്ക്കുന്നു. എന്തായാലും വളരെ സ്വാഗതാർഹമാണ്. വരുന്ന തലമുറയ്ക്ക് നല്ലൊരു ദിശാബോധവും അതുപോലെ കുട്ടികൾ അവരുടെ വഴിയിലേക്ക് ഓരോ കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ അതിനൊരു ഗൈഡ് ലൈൻസ് കൊടുക്കുക എന്നുള്ളത് ഇന്ന് വീട്ടിൽ നിന്ന് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുട്ടികൾക്ക് അതൊരു വലിയ കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ ഈ വേനൽ ക്യാമ്പ് ദിശ എന്ന് പറയുന്ന രീതിയിൽ തുടങ്ങുന്ന ക്യാമ്പിന് വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ ഇതൊരു പ്രചോദനം ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ്, കുളപ്പട റെസിഡൻസ് അസോസിയേഷൻ. പഞ്ചായത്ത് രാജ് നിയമം വന്ന് പുതിയ ഭരണസമിതിയൊക്കെ അധികാരമേറ്റ് ഞങ്ങളുടെ വാർഡിൽ തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടി BJP ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വന്ന മെമ്പർ ഫിറോസിൻ്റെ മനസ്സിൽ തോന്നിയ ഒരാശയം, അതിനനുസരിച്ചാണ് ഇങ്ങനെ ഒരു സംവിധാനവും ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കുട്ടികൾക്ക് ഒരു വേനൽക്കാല ക്യാമ്പ് സംഘടിപ്പിക്കണമെന്ന് തീരുമാനിച്ചത്. മാറി മറിയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും നമ്മൾ കാണുകയാണ്. അതായത് മൊബൈലിന് അഡിക്റ്റായി ഓരോ കുട്ടികൾ, യുവാക്കൾ സമൂഹത്തിൽ അവരുടെ അച്ഛനെ കൊല്ലുന്നു, അമ്മയെ കൊല്ലുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കളെ ആ ലഹരിയിൽ നിന്നും മാറ്റി ഇങ്ങനെയുള്ള കായികപരമായിട്ടും കലാപരമായിട്ടുമുള്ള ആ ഒരു ലഹരിയിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ പ്രിയപ്പെട്ട അനുജൻ ഫിറോസ് മുൻകൈയെടുത്ത് ഈ ദിശ എന്ന് പറയുന്ന ഒരു ക്യാമ്പിലൂടെ നമ്മുടെ മക്കളെ അതിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിയായി ഞാൻ സന്തോഷിക്കുന്നു. പഞ്ചായത്ത് രാജിൻ്റെ കീഴിൽ ഈ ഭരണ സംവിധാനങ്ങൾ നിലവിൽ വരുമ്പോൾ ജനപ്രതിനിധികൾക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്.
ആരെയും കുറ്റം പറയുന്നതല്ല, ചട്ടപ്പടി പ്രവർത്തനങ്ങൾ നടത്തിയാണ് ഓരോ ജനപ്രതിനിധികളും മുമ്പോട്ട് പോകുന്നത്. അതിനപ്പുറം എന്തൊക്കെ സാധ്യതകളുണ്ട് ഒരു ജനപ്രതിനിധിക്ക് എന്ന് തിരിച്ചറിഞ്ഞ് ഇന്നൊവേറ്റീവായിട്ടുള്ള പരിപാടികൾ ഭാവിക്കായി ആസൂത്രണം ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു വിധത്തിൽ കുളപ്പട വാർഡ് മെമ്പർക്ക് മുന്നേറാൻ കഴിഞ്ഞു എന്ന് തോന്നുന്നത് സന്തോഷമാണ്. അടുത്ത ഒരു മാസക്കാലം നിങ്ങളുടെ കലാ, കായിക, സാംസ്കാരിക, വിദ്യാഭ്യാസപരമായ അറിവുകളെ, നിങ്ങളുടെ കഴിവുകളെ ഉണർത്തിക്കൊണ്ട് വരും തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ശ്രീ ഫിറോസ് ദിശ എന്ന ഒരു പ്രോഗ്രാമിന് വേദി ഒരുക്കിയത്.